മഴത്തൊരു മുൻപിലെ വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഔതക്കുട്ടിക്ക് അലീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവാണ്. ചിന്നമ്മയെ പോലെ ഇരിക്കുകയാണ് ഔതക്കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ അലീനെ കൂടുതൽ ഇഷ്ടപ്പെടുവാണ്. അങ്ങനെ സ്റ്റാൻലി ആണെങ്കിൽ ഔതക്കുട്ടിയും അലീനയും കൊണ്ട് സ്റ്റേറ്റ് കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. ജീപ്പിലാണ് പോകുന്നത്. ഇതൊക്കെ കണ്ട് പൗലോസും ആൻ്റപ്പനും ബൈജുവൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അലീനെ ഓട്ടിക്കാൻ വന്ന ഔതക്കുട്ടി ഇപ്പം അലീനയായിട്ട് അടുത്തിരിക്കുകയാണ്. ഇതൊന്നും അവർക്കാർക്കും ഒന്നും മനസ്സിലാവുന്നതുമില്ല, ഇഷ്ടപ്പെടുന്നതുമില്ല. അങ്ങനെ അലീനയും ഔതക്കുട്ടി സ്റ്റാൻലിയും കൂടെ പോവുകയാണ്. ഇതൊക്കെ കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ആൻ്റപ്പനും പൗലോസും ബൈജുവൊക്കെ. ഈ സമയത്ത് കടപ്പാട്ടൂരാണെങ്കിൽ അവിടെ കിച്ചണിലാണെങ്കിൽ കുക്ക് ചെയ്യുന്നത് ബബിതയും കൃഷ്ണമോളും. അതൊക്കെ കണ്ട് രോഹിത്ത് വന്ന് നിൽപ്പുണ്ട്. രോഹിത്താണെങ്കിൽ ഓരോ കുറുമ്പ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ബബിതയാണെങ്കിൽ അടിക്കാൻ ഓടിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഓടിച്ചെന്ന് മുന്നിൽ നിൽക്കുന്നത് വൈജയന്തിയുടെ മുന്നിലാണ്. ഇത് കാണുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ അടുക്കളയിൽ എന്തോ ബഹളം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കിച്ചണിൽ കുക്ക് ചെയ്യാൻ കയറിയതാ, അതെന്തിനാ നിങ്ങൾ കയറിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, അമ്മയൊന്നും വെച്ചിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് എന്ന് ബബിത പറയുന്നുണ്ട്. ഈ സമയത്ത് ബാലചന്ദ്രൻ വരുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ്റെ അടുത്ത് വൈജ പറയുന്നുണ്ട്, അലീനെ പോലെ ഒരു വേലക്കാരി ഇവിടെ വേണമെന്ന്. ഇത് കേൾക്കുമ്പം വൈജയെടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീനെ പോലെ ഒരു വേലക്കാരി കിട്ടത്തില്ല, പിന്നെ നീ പണ്ട് കൊണ്ടുവന്ന ജാനുവോ അങ്ങനെയുള്ള ആരെങ്കിലും കിട്ടും. അലീനെ പോലെ ഒരാളെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അലീനെ വേലക്കാരിയാണെന്ന് ആര് പറഞ്ഞു എന്ന് ബാലചന്ദ്രൻ അന്നേരം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വൈജിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അലീന ആ വീട്ടിലെ വേലക്കാരിയാണെന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് പറയാതെ പറഞ്ഞതാണ്. പക്ഷെ ബാലചന്ദ്രൻ്റെ എന്നുള്ള മറുപടി വൈജിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ബാലചന്ദ്രൻ ദേഷിച്ചങ്ങ് കയറിപ്പോവുകയും ചെയ്യുന്നുണ്ട്.